നമസ്കാരം. വനംവകുപ്പിലെ ഒരുപാട് ട്രെയിനികൾ ലോ അടക്കമുള്ള വിവിധ ക്ലാസ്സുകൾ എടുക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു പരീക്ഷണം നടത്തുന്നത്. എനിക്ക് പ്രിയപ്പെട്ട ട്രെയിനികളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾക്ക് ഇത് പൂർണ്ണമായും നിങ്ങൾ കാണണം. ഇടയ്ക്ക് മുറിക്കാതെ കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളൂ. വളരെ ലളിതമായി, വളരെ കൗതുകകരമായി എൻ്റേതായ മസാലകളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഭാഗം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിയമങ്ങൾ കൃത്യമായല്ല വരുന്നത്. ഇടയ്ക്ക് മുറിഞ്ഞ് വേറൊരു നിയമത്തിൻ്റെ ഭാഗം കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സമയവും സൗകര്യവും ഉള്ളപ്പോൾ മാത്രം തുടർച്ചയായിരുന്ന്, ചിലപ്പോൾ ഒരു അരമണിക്കൂറായിരിക്കും ഒരു ക്ലാസ്, ആ ക്ലാസ് മുടങ്ങാതെ കാണുകയും അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക. മറ്റൊന്നുകൂടി, ഇത് വളരെ ഗഹനമായ ഒന്നാണ് നിയമം. അത്തരത്തിലുള്ള ഒരു ഗഹനത എൻ്റെ ക്ലാസ്സുകളിൽ ഉണ്ടാവില്ല. വളരെ ലൈറ്റായിട്ട് ലാഘവത്വത്തോടു കൂടിയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് മതിയാവും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വന നിയമങ്ങൾക്ക് ഒരു ആമുഖം ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നതോടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം ആളുകളെന്നും അല്ലാത്തവരെന്നുള്ള വിഭജനം ലോകത്ത് അസ്തമിക്കുകയാണ്. അച്ചടി യന്ത്രം വരുന്നതോടുകൂടി ധാരാളമായ പുസ്തകങ്ങൾ വരുന്നതോടുകൂടി എല്ലാവർക്കും അവരുടെ വെർണാക്കുലർ ലാംഗ്വേജിൽ ഇത്തരം കാര്യങ്ങൾ പഠിക്കുവാൻ പറ്റുന്നു. അങ്ങനെ പഠിക്കുമ്പോൾ അവർ ചോദിക്കുന്നു, എവിടെയാണ് നടന്നിരിക്കുന്നത്, പറയൂ, കാണിച്ചു തരും. ഉത്തരം മുട്ടുന്നു. മാഗ്ന കാർട്ട വരുന്നു, ഉടമ്പടികൾ ഒപ്പുവയ്ക്കപ്പെടുന്നു, ലിഖിത നിയമങ്ങൾ വേണമെന്ന് ഭരണാധികാരികൾക്ക് ബോധ്യപ്പെടുന്നു. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 1498 വാസ്കോ ഡി ഗാമ കേരളത്തിൽ വരുന്നത്. ആ സമയത്ത് നമ്മുടെ വനമേഖലകളിൽ നിന്ന് ധാരാളമായി കുരുമുളകും മറ്റും ശേഖരിക്കുന്നു. വിദേശികൾ വന്ന് അത് കൊണ്ടുപോകുന്നു. സർക്കാരിന് ഇത് കൊണ്ടുപോകുമ്പോൾ കിട്ടുന്ന ഒരു ചുങ്കം മാത്രമാണ് ഉണ്ടായിരുന്നത്. സാമൂതിരിയെ പോലുള്ളവരുടെ കഥ, നമ്മുടെ കുഞ്ഞാലിമരക്കാരുടെയും മറ്റും കഥകൾ അത് കാണിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ഈ പറയുന്ന അവസ്ഥ പയ്യെ മാറുകയാണ്. പോർച്ചുഗീസുകാർ മാറി, ബ്രിട്ടീഷുകാർ വരുന്നു. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനെ എതിർത്തുകൊണ്ട് ലോകമാകെയും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് ഫ്രാൻസിൽ നെപ്പോളിയൻ ബ്രിട്ടനെ ചോദ്യം ചെയ്യുന്നു. അപ്പോഴത്തേക്കും വ്യവസായ വിപ്ലവമായി കാര്യങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നു. നെപ്പോളിയൻ ബ്രിട്ടീഷുകാരെ ചോദ്യം ചെയ്യുന്ന അതേ കാലത്ത് തന്നെയാണ് ഇന്ത്യയിൽ കുത്തകയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ ടിപ്പു സുൽത്താൻ പടയൊരുക്കം നടത്തുന്നത്. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ വിഭവങ്ങൾ ആവശ്യമുള്ളത് കൊണ്ട് അദ്ദേഹം രാജകീയ വൃക്ഷങ്ങൾ എന്നുള്ള പേരിൽ തേക്കും മറ്റും റിസർവ് ചെയ്യുന്നത് ടിപ്പു സുൽത്താനാണ്. ഇനി മുതൽ ഈ മരങ്ങൾ സർക്കാരിൻ്റേതാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു നിയന്ത്രണം ആദ്യമായി കൊണ്ടുവരുന്നു. അത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ തുടർച്ചയായ ചൂഷണത്തിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ടിപ്പു സുൽത്താൻ്റെ ഒരു ആയുധമായിരുന്നു. പക്ഷേ അത് ഫലത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഗുണം ചെയ്യുന്ന ഘട്ടമുണ്ടായി. ടിപ്പു കേരളത്തിലേക്ക് ആക്രമണമായി വരുന്നു. രാജാക്കന്മാരൊക്കെ ബ്രിട്ടീഷുകാരെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നു. സ്വാഭാവികമായും ഒടുവിൽ ടിപ്പു കൊല്ലപ്പെടുന്നു. ഈ ടിപ്പു കൊല്ലപ്പെടുന്നതോടുകൂടി ഇവിടുത്തെ പ്രാദേശിക രാജാക്കന്മാരുടെ പേരിൽ ടിപ്പുവിനെ എതിർത്തതിൻ്റെ പേരിലുള്ള നികുതി ബ്രിട്ടീഷുകാർ ചെലുത്തുകയും പയ്യെ നമ്മുടെ സംസ്ഥാനമാകെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാകുകയും ചെയ്യുന്നതാണ് അതിൻ്റെ വളരെ ലഘുവായ ഒരു ചരിത്രം. 1800 ആകുമ്പോഴത്തേക്കും നമ്മൾ ഇത്തരത്തിൽ അവരുടെ കാൽ കീഴിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. 1850 ആകുമ്പോൾ ഡൽഹൌസി പ്രഭു ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായിട്ട് വരികയാണ്. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് 1864 ഡോക്ടർ ഡയട്രിച്ച് ബ്രാൻഡിസ് ഇന്ത്യയിലെ ആദ്യത്തെ IGI, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ആയി വരുന്നത്. അദ്ദേഹമാണ് തൊട്ടടുത്ത വർഷം, അതായത് 1865 നമ്മുടെ ഒന്നാമത്തെ വന നിയമം വരുന്നത്. അപ്പോൾ വന നിയമത്തിൻ്റെ ഒരു തുടക്കം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 1878 അത് പുതുക്കപ്പെടുന്നുണ്ട്. അത് പുതുക്കുന്നതോടുകൂടി രാജ്യത്തെ വനങ്ങളെ 3ആയി തിരിച്ചുകൊണ്ട് റിസർവ് ഫോറസ്റ്റ് എന്നും അതുപോലെ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് എന്നും പ്രൈവറ്റ് ഫോറസ്റ്റ് എന്നുള്ള തരത്തിൽ 3ആയി തിരിച്ചുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം നടത്തുന്നു. നമ്മൾ ഈ നിലവിലുള്ള നിയമത്തിൻ്റെ പിതൃത്വം 1927 വന നിയമത്തിലാണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഏതാണ്ട് കൊളോണിയൽ ചൂഷണത്തിൻ്റെ അവസാന കാലത്ത് ഇന്ത്യ വിട്ടുപോകണം എന്ന് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം അവർക്ക് ബോധ്യപ്പെടുന്നതോടുകൂടി തങ്ങൾ ഇത്ര കാലവും ചൂഷണം ചെയ്തിരുന്ന വനങ്ങൾ ഇനി നിലനിൽക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക്, ഒരു കുറ്റസമ്മതത്തിലേക്ക് അവർ മാറിയതിൻ്റെ ഫലമായി കൂടിയാണ് 1927 നിയമം വരുന്നത്. 1952 അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്കൊരു ഫോറസ്റ്റ് പോളിസിയും വരുന്നുണ്ട്. അത് വരുന്നതോടുകൂടി രാജ്യത്തിൻ്റെ 1/3 ഭാഗം വനമായിരിക്കണം എന്നുള്ള
ആശയം സ്ഥാപിതമാവുകയാണ് ചെയ്യുന്നത്. ഏതായാലും 1952 ഇന്ത്യൻ ഫോറസ്റ്റ് പോളിസി നമ്മുടെ 1961 വരുന്ന നിയമത്തിൽ പ്രകടമാകുന്നുണ്ട്. എനിക്കോ നമുക്ക് നമ്മുടെ 1961 കേരള ഫോറസ്റ്റ് ആക്ടിലേക്കാണ് പോകേണ്ടത്. കേരള ഫോറസ്റ്റ് ആക്ട് 1961, ആക്ട് 4 ഓഫ് 1962, 1962 ഇത് നിലവിൽ വരുന്നത് 4ാമത്തെ ആക്ടായിട്ട്. ഓരോ ആക്ടിലും ഓരോ നിയമത്തിലും ആ നിയമത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് 1ാമത്തെ സെക്ഷനിലായിട്ട് വരാറുള്ളത് ആ നിയമത്തിൻ്റെ ഷോർട്ട് ടൈറ്റിൽ, അതിൻ്റെ എക്സ്റ്റൻഡ്, അത് കമൻസ് ചെയ്യുന്ന ഡേറ്റ് എന്നിവയാണ്. എവിടെ അങ്ങനെയാണ്? വളരെ എളുപ്പമാണത്. നിങ്ങളിപ്പോൾ ഒരു കത്ത് ഒരാൾക്ക് എഴുതുന്നു എന്ന് വിചാരിക്കുക, ഒരു ഒഫീഷ്യൽ ലെറ്റർ എഴുതുക. ആ ഒഫീഷ്യൽ ലെറ്ററിൽ നിങ്ങൾ ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് എഴുതുന്നത് എന്താണ്? ഒരു ഷോർട്ട് ടൈറ്റിൽ എഴുതുന്നത് നിങ്ങളുടെ. ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്താണെങ്കിൽ സതീശൻ 45 വേലായുധൻ എന്നാണ് എൻ്റെ മുഴുവൻ പേര്. എന്നാൽ ഞാൻ എഴുതുന്നത് സതീശൻ NV എന്നാണ്. എൻ്റെ ഒരു ഷോർട്ട് ടൈറ്റിലാണ് എഴുതുന്നത്. സതീശൻ NV, ഡെപ്യൂട്ടി വാർഡൻ, അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്. എൻ്റെ എസ്റ്റൻറ്റ് എവിടെയാണ് ഇവിടം വരെയാണ് എൻ്റെ എസ്റ്റൻറ്റ്. ഓക്കെ, അത് രണ്ടാമതായിട്ട് പറയുന്നു. ഇനി കമൻസ്മെൻറ്റിൻ്റെ ഡേറ്റ്, നമ്മൾ സാധാരണ ഡേറ്റ് പറയുന്നത് പോലെ ഈ ടൈറ്റിലുള്ള ഈ വ്യാപ്തിയുള്ള നിയമം എന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നു? സാധാരണ നിലയിൽ അറ്റ് വൺസ് ആണ്, ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്നു. 1961 കേരള ഫോറസ്റ്റ് ആക്ടിലും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിൻ്റെ പേര് പറയുന്നു, അതേപോലെ അതിൻ്റെ വ്യാപ്തി എവിടെയാണ്, ഹോൾ ഓഫ് കേരളയിൽ അതിൻ്റെ വ്യാപ്തി ഉണ്ട് എന്ന് പറയുന്നു. അടുത്തതായിട്ട് അത് എപ്പോൾ നിലവിൽ വരുന്നു, ഉടൻ പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി 1ാമത്തെ സെക്ഷൻ അവസാനിച്ചു. നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമാണ് എടുക്കുന്നത്. ആദ്യത്തെ ചാപ്റ്ററിൽ 2 സെക്ഷൻ മാത്രമാണുള്ളത്. അതിനകത്ത് 1ാമത്തെ സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, നമുക്കിനി 2ാമത്തെ സെക്ഷനിലേക്ക് പോകാം. ഏതൊരു നിയമത്തിലെയും 2ാമത്തെ സെക്ഷൻ ഡെഫിനിഷൻസ് ആണ്. ഓരോ വാക്കുകൊണ്ടും അർത്ഥമാക്കുന്നത് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എപ്പോഴും നമുക്ക് നിയമപരമായ കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഡെഫിനിഷൻ മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഡെഫിനിഷൻ മനസ്സിലാക്കിയാൽ കാര്യങ്ങളെല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയറായി നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനമാണ്. ഈ ഡെഫിനിഷനുകൾ നമുക്ക് കുറച്ചേ ഉള്ളൂ. സെക്ഷൻ 2 A മുതൽ L വരെയുള്ള ഡെഫിനിഷനുകളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവ ഓരോന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ 3-4 വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കാൻ വേണ്ടി ഒരു പൊടിവിദ്യ ഞാൻ കാണിക്കുന്നുണ്ട്. ആ പൊടിവിദ്യ എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാം. അത് മനസ്സിലാക്കിയതിന് ശേഷം ഓരോന്നിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. കാണാമെന്ന് കരുതുന്നു. ഒന്ന് രൂപമാറ്റം വരുത്തി പറയും എന്ന് പറഞ്ഞിരുന്നു. സെക്ഷൻ 2 ഡെഫിനിഷൻ എന്നുള്ളതിൽ A, B, C, D, E ഇങ്ങനെ 5 എണ്ണമാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ പഠിക്കാൻ പോകുന്നത്. A for ആനിമൽ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത്. B for bees, തേനീച്ചകൾ. C for കൺസർവേറ്റർ, D for DFO, E for errors. അത് കാണാതെ മനസ്സിലാക്കി വയ്ക്കുക. A for ആനിമൽ, B for bees, C for കൺസർവേറ്റർ, D for DFO, E for errors. ഫോർ ആനിമൽ എന്നുള്ളത് യഥാർത്ഥത്തിൽ കാറ്റിൽ എന്നുള്ളതിന് പകരമായി ഞാൻ ഉപയോഗിച്ചതാണ്. ഇത്ര ലളിതമായി നിങ്ങൾക്ക് മറ്റാരും പറഞ്ഞു തരും എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിനകത്ത് പിഴവുണ്ടാവാം. ആ പിഴവ് ഈ ആനിമൽ എന്നുള്ളത് കാറ്റിൽ നിന്ന് മാറ്റി പറഞ്ഞ് ബോധ്യപ്പെട്ട് തറവാക്കി തിരുത്തേണ്ടതാണ്. ഓക്കെ, A for ആനിമൽ മീൻസ് കാറ്റിൽ. ആനിമൽ ഈസ് നോട്ട് എക്സാക്ട് ആനിമൽ, ഇറ്റ് ഈസ് കാറ്റിൽ. എന്താണ് കാറ്റിൽ എന്നാണ് സെക്ഷൻ 2 A പറയുന്നത്. നിങ്ങൾക്ക് ലോ വായിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ കൂടുതൽ വ്യക്തത വരുന്നതാണ്. B for bee. ബീസ് ഒരു ബന്ധവുമില്ലാത്തൊരു സാധനമാണ് യഥാർത്ഥത്തിൽ ബി എന്ന് പറയുന്നത്. അത് കളക്ടറെ കുറിച്ചാണ്. ബി ഈസ് ആൻ എക്സലന്റ് കളക്ടർ ഓഫ് ഹണി. അല്ലെ, 1 കിലോ തേൻ സംഭരിക്കണമെങ്കിൽ 2 പ്രാവശ്യം ഭൂമി ചുറ്റുവാനും മാത്രം പോകേണ്ടതുണ്ട് ഒരു തേനീച്ച എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ ബിയെ കളക്ടറുമായി ബന്ധപ്പെടുത്താനായിട്ടുള്ള കാരണം. ബി ഈസ് ആൻ എക്സലന്റ് കളക്ടർ. സോ സെക്ഷൻ 2 ബി ഈസ് സ്റ്റാൻഡ് ഫോർ കളക്ടർ. അടുത്തത് സി ആണ്. സി ഈസ് കൺസർവേറ്റർ. കൺസർവേറ്റർ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് കൺസർവേറ്റർ അല്ല, എവരിവൺ, നമ്മളെല്ലാവരും ഫോറസ്റ്റ് കൺസർവേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ വനസംരക്ഷകരാണ്. വനസംരക്ഷണം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്ന് പറയുന്നതാണ് സെക്ഷൻ 2 സിയിൽ ഡെഫിനിഷനിൽ പറയുന്നത്. ഹൂ ഈസ് എ ഫോറസ്റ്റ് ഓഫീസർ എന്നാണ്. അത് നമുക്ക് സിയിലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസറെ കൺസർവേറ്റർ എന്ന് സ്വയം വിളിച്ചിരിക്കുന്നു. അത്രേ കാര്യമുള്ളൂ. അത് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ, ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ സി ഈസ് നോട്ട് ഫോർ കൺസർവേറ്റർ ബട്ട് ഫോർ ദ ഫോറസ്റ്റ് ഓഫീസർ എന്ന്
തിരുത്തി വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡി ഫോർ DFO, എക്സാക്ട്ലി അത് DFOയെ കുറിച്ച് തന്നെയാണ്. E ഫോർ എറേഴ്സ്, വളരെ വ്യത്യസ്തമായ ഒരു സാധനത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ എറർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു വനം കുറ്റത്തെക്കുറിച്ചാണ്. എബൌട്ട് എ ഫോറസ്റ്റ് ഒഫൻസ്, ഒരാൾക്കുണ്ടാകുന്ന ഒരു കുറ്റം, ഒരു മിസ്റ്റേക്ക്, ഒരു തെറ്റ്, ഒരു എറർ ഒരു ഫോറസ്റ്റ് ഒഫൻസ് ആണോ അല്ലയോ എന്ന് പറയുന്നത് ഈ സെക്ഷനിലാണ്, ഇയിലാണ്. സെക്ഷൻ 2 ഇയിൽ വാട്ട് ഈസ് എ ഫോറസ്റ്റ് ഒഫൻസ് എന്ന് പറയുന്നു. സോ ഇ സ്റ്റാൻഡ്സ് നോട്ട് ഫോർ എറർ ബട്ട് ഫോർ ഫോറസ്റ്റ് ഒഫൻസ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ, അതായത് A ഫോർ ആനിമൽ, B ഫോർ ബീസ്, C ഫോർ കൺസർവേറ്റർ, വനം ഉദ്യോഗസ്ഥർ, D ഫോർ DFO, E ഫോർ എറേഴ്സ് അഥവാ വനം കുറ്റങ്ങൾ. അത്രയുള്ള കാര്യം. വളരെ ലളിതമാണ്. ഇതിലും ലളിതമായി ഇത് പ്രതിപാദിക്കാൻ കഴിയില്ല. ഇനി നിയമത്തിലേക്ക് ഒന്ന് പോയാൽ ഇതൊക്കെ വളരെ കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ നമ്മൾ ABCDE എറർ വരെ പഠിച്ചു. എറർ മീൻസ് വനം കുറ്റം, അത്ര വരെ പഠിച്ചു. അടുത്ത F ആണ്. Fൽ 2 പിരിവുണ്ട്. F വളരെ എളുപ്പമാണ്. F ഫോർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. ഇത് വളരെ വ്യാപകമായി നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഒന്നാണ്. എപ്പോഴും വനം ജീവനക്കാർക്ക് എല്ലാ കാലത്തും സംശയമുണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാണ് എന്തൊക്കെയാണ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്നുള്ളത്. അതുകൊണ്ട് അതിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കണം. ഞാൻ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്നുള്ളതിന് പകരം ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്നാണ് പറയാൻ പോകുന്നത്. 2 F ആക്കുകയാണ്. അത്രയ്ക്ക് പ്രാധാന്യമുള്ളത്. ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്നാണ് പറയുന്നത്. F ഫോർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. ഒന്നാമത്തേത് ഫൗണ്ട് ഇൻ ഫോറസ്റ്റ്, ബ്രോഡ് ഫ്രം ഫോറസ്റ്റ് ഓർ നോട്ട്. കാട്ടിൽ കണ്ടാലും കാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും അല്ലെങ്കിലും എന്ന് പറയുന്ന തടിയുടെ ഇതര ഉൽപ്പന്നങ്ങളടക്കമുള്ള സാധനങ്ങളാണ്. അത് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് അവിടേക്ക് പോകാം. അതാണ് ആദ്യത്തേതിൽ വരുന്നത്. ഫൗണ്ട് ഇൻ, ബ്രോഡ് ഫ്രം ഓർ നോട്ട്. ഈ നോട്ടിനാണ് ഇവിടെ പ്രാധാന്യം. ഓക്കെ. രണ്ടാമത്തെ സെക്കൻഡ് വരുമ്പോഴത്തേക്ക് ഫൗണ്ട് ഇൻ ആൻഡ് ബ്രോഡ് ഫ്രം എന്ന് മാത്രമേ ഉള്ളൂ. കാട്ടിൽ കണ്ടാലോ കാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലോ ഉള്ള വസ്തുക്കൾ, ഏതൊക്കെ വസ്തുക്കളാണ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യമാണ് രണ്ടാമത്തേതിൽ വരുന്നത്. തടി എന്ന് പറയുന്ന ഒരു സാധനം, അത് നിങ്ങൾ കാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെങ്കിലും കാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, നിങ്ങളുടെ വീട്ടിൽ വളർന്നതാണെങ്കിലും അതൊരു ഫോറസ്റ്റ് പ്രൊഡ്യൂസാണ്. ഇത് വളരെ വിചിത്രമായൊരു കാര്യമായിട്ട് നിയമത്തെക്കുറിച്ച് അധികം ധാരണ ഇല്ലാത്തവർക്ക് തോന്നാം. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയാൽ, ലോകത്ത് എവിടെ പോയാലും നിങ്ങൾ ഇന്ത്യൻ പൗരൻ തന്നെയാണ്, അല്ലേ? നിങ്ങൾ അമേരിക്കയിൽ ചെന്ന് അവിടെ സിറ്റിസൺഷിപ്പ് എടുത്തു, അപ്പോൾ ഇന്ത്യൻ പൗരനാണോ? നിങ്ങൾ പറയാലെന്ന് പറയും, പക്ഷേ അവർ ഇന്ത്യൻ അമേരിക്കൻ എന്ന് പറയും. ഒരു പക്ഷേ മല്ലു അമേരിക്കൻ എന്ന് ഭാഗ്യം ഉണ്ടെങ്കിൽ പറഞ്ഞെന്ന് വരാം. അത്രയേ ഉള്ളൂ. അതേപോലെ ഒരു കൺസെപ്റ്റാണിത്. ഇന്ത്യ മുഴുവൻ ഒരു കാലത്ത് വനമായിരുന്നു എന്നുള്ളതിൻ്റെ വളരെ ക്ലാസിക്കലായിട്ടുള്ള ഒരു സൂചന കൂടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ എടുക്കാവുന്നതാണ്. മരവും മരാധിഷ്ഠിത ഉൽപ്പന്നങ്ങളും എവിടെയാണെങ്കിലും അതൊരു ഫോറസ്റ്റ് പ്രൊഡ്യൂസ് തന്നെയാണ് എന്നാണ് അതിനകത്ത് പറയുന്നത്. രണ്ടാമത്തേതാണ് ഈ പറഞ്ഞ പോലെ കാട്ടിൽ കാണുന്നതോ കാട്ടിൽ നിന്ന് കൊണ്ടുവരികയോ ചെയ്താൽ എന്ന് പറയുന്നത്. അതിന് 5 പിരിവുണ്ട്. ആ 5 പിരിവിനെ നമ്മൾ മുമ്പത്തെ പോലെ തന്നെ നമ്മൾ A ഫോർ എലൈവ്, B ഫോർ ബിനീത്ത്, C ഫോർ കോളനി ഓർ കൊക്കൂൺ, D ഫോർ ഡെപ്പോസിറ്റ് എന്ന് തിരിച്ചിട്ടുണ്ട്. A ഫോർ എലൈവ് എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് നിൽക്കുന്ന മരങ്ങൾ, അതിനെയാണ് നമ്മൾ A ഫോർ എലൈവ് എന്ന് പറയുന്നത്. ഓക്കെ. നേരത്തെ മുമ്പ് നമ്മൾ പറഞ്ഞത് തടിയുടെ കാര്യമാണ്, ടിമ്പറാണ്, ട്രീ അല്ല. എന്നാൽ എലൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും, ഇറ്റ് ഈസ് അബൌട്ട് ദ ലൈവ് ട്രീ. നിങ്ങൾ കാട്ടിൽ നിന്ന് മരം പറിച്ചുകൊണ്ട് വന്നു, ഒരു തൈ പറിച്ചുകൊണ്ട് വന്നാൽ ഈ വിഭാഗപ്രകാരമാണ് അതൊരു ഫോറസ്റ്റ് പ്രൊഡ്യൂസായിട്ട് മാറുന്നത്. ബിനീത്ത്, എന്താണ് ബിനീത്ത്? കാട്ടിലെ മരങ്ങളുടെ താഴെ കാണുന്നതല്ല, ഒരു സൂത്രവാക്യമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാട്ടിൻ്റെ മരത്തിൻ്റെ താഴെ കാണുന്ന വള്ളികൾ, ചെടികൾ, ഇലകൾ, ഇത് എല്ലാം ഇതിൻ്റെ ബിനീത്തിൽ കാണുന്ന, അടിയിൽ കാണുന്നതല്ല. ഈ ബിനീത്ത് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് റീഡ്സ് വരുന്നത്. അത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈറ്റ ഇങ്ങനെയാണെങ്കിൽ മുള എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. നമുക്കത് അനുബന്ധമായി താഴേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. മുളയും ചൂരലുമൊക്കെ ഇവിടെ വരും എന്നുള്ള കാര്യം നമ്മൾ പിന്നീട് താഴെ പറയുന്നുണ്ട്. എന്തായാലും ഈറ്റ ഈ വിഭാഗത്തിൽപ്പെടുന്നു. വള്ളികൾ, ഈറ്റ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ അണ്ടർ ഗ്രോത്ത് എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിലുള്ള സാധനങ്ങളായതുകൊണ്ടാണ് B ഫോർ ബിനീത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ബിനീത്ത് എന്നുള്ളത് മറന്നു കളയുക, B മാത്രം മനസ്സിൽ സൂക്ഷിക്കുക. C ഫോർ കോളനി ഓർ കൊക്കൂൺ. ഇത് ഈ പറഞ്ഞ പോലെയാണ്. ആർക്കാണ് കോളനി ഉള്ളത്? തേനീച്ചകൾക്കാണ്. തേനീച്ചകളുടെ ഹണിയും അതുപോലെ തന്നെ തേനീച്ചയുടെ ബാഗ്സും ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഫോറസ്റ്റ് ഓർ ടേക്കൻ ബ്രോഡ് ഫ്രം ഫോറസ്റ്റ് ദെൻ ഇറ്റ് ഈസ് എ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. അതാണ് പറയുന്നത്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. തേനിനെയും തേനിൻ്റെ മെഴുകിനെയുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കൊക്കൂൺ എന്ന് പറഞ്ഞാൽ സിൽക്ക് കൊക്കൂണാണ്. അപ്പോൾ സിൽക്ക് കൊക്കൂൺ കാട്ടിൽ നിന്ന് കൊണ്ടുവരികയോ കാട്ടിൽ കാണപ്പെടുകയോ ചെയ്താൽ, തേന് അല്ലെങ്കിൽ തേനിൻ്റെ മെഴുക് കാട്ടിൽ കാണപ്പെടുകയോ കാട്ടിൽ നിന്ന് കൊണ്ടുവരികയോ ചെയ്താൽ then it is a forest produce. Okay. The deposits.
ഇതും വളരെ വ്യത്യസ്തമായ സാധനമാണ്. ഡി എപ്പോഴും പറയുന്നത് റോക്സ്, മിനറൽസ് അടക്കമുള്ള സാധനങ്ങളാണ്. ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ കോടതികളിൽ ചോദ്യം വരുന്നൊരു കാര്യമാണ്. കാട്ടിലെ അരുവിയിൽ നിന്ന് മണലെടുത്തു നമ്മൾ കേസെടുക്കുന്നത്. ഇതെങ്ങനെയാണ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആകുന്നത്? അപ്പോൾ ഫോറസ്റ്റിൽ വന്ന് അടിഞ്ഞുകൂടിയ സാധനമാണ്, അങ്ങനെ ഡെപ്പോസിറ്റ് എന്നല്ല നിയമത്തിൽ പറയുന്നത്. നിയമത്തിൽ എങ്ങനെ പറയുന്നു എന്ന് നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. എന്തായാലും ഡി ഫോർ ഡെപ്പോസിറ്റ് മീൻസ് റോക്സ്, മിനറൽസ് അതുപോലുള്ള സാധനങ്ങളെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. 4 കണ്ടന്റുകളാണ് എഫിലുള്ളത്, 4 സബ് ഡിവിഷൻസ്, മൊത്തത്തിൽ 5 എണ്ണം. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്നത് ജി ആണ്. ജി ഫോർ ഗവൺമെൻറ് ലാൻഡ്, ലാൻഡ് വിത്ത് ഗവൺമെൻറ്, ഫോറസ്റ്റ് വിത്ത് ഗവൺമെൻറ്. അതെന്താണെന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് വീണ്ടും ലോ പഠിക്കുമ്പോൾ അത് സംസാരിക്കാം. ഇപ്പോഴും ഓർത്തിരിക്കുവാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ജി ഫോർ ഗവൺമെൻറ് ലാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. എച്ച് ഫോർ ഹോണറബിൾ മജിസ്ട്രേറ്റ്. ആരെക്കുറിച്ചാണ്? ആരാണ് മജിസ്ട്രേറ്റ് എന്നാണ് പറയുന്നത്? സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് നമ്മൾ സാധാരണ വനം കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഏതൊക്കെ കോടതിയിലാണ് പോകുന്നത്? മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് എച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നിൽ നമ്മൾ ഹോണറബിൾ, സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ എച്ച് ഫോർ ഹോണറബിൾ മജിസ്ട്രേറ്റ് എന്ന് ചേർത്തു. ഐ ഫോർ റിവറാണ്. കാര്യമായി ബന്ധിപ്പിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഐ റിവർ എന്ന് പറയുന്ന റിവർ ഉണ്ട് ബ്രിട്ടനിൽ. EYE ആണ് ഐ റിവർ. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി ഐ ഫോർ ഐ റിവർ അത് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഐ ഫോർ ഐ റിവർ എന്ന് തന്നെ ഓർത്ത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഐ എന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് മണലെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ മാത്രം വരുമ്പോഴാണ് ഈ ഐയുടെ ആവശ്യം വരാറുള്ളത്, അല്ലാതെ സാധാരണ നിലയിൽ ആവശ്യം വരാറില്ല. ജെയും അതുപോലെ തന്നെയാണ്. സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ജെ ഫോർ ജോയ്ഫുൾ സ്റ്റേറ്റ്. സ്റ്റേറ്റ് മീൻസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് ഈ ലോയിൽ പറയുന്നുണ്ട്. അത് പറയുവാൻ വേണ്ടി മാത്രമാണ് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ജോയ്ഫുൾ സ്റ്റേറ്റ് ഏതാണ്? സ്വാഭാവികമായിട്ടും കേരളയാണ്. അത്തരത്തിലുള്ള ഒരു ഒരു അസംബന്ധ നാടകം നമ്മൾ അവതരിപ്പിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, വളരെ ഗൗരവമായി നിയമത്തെ കൈകാര്യം ചെയ്യുവാൻ സമീപിക്കുവാൻ പോകുന്നവർക്ക് ഇത്ര ലൈറ്റായിട്ടും ഇത്ര ഉപരിപ്ലവമായി പറഞ്ഞു പോകുന്നത് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അത് സാരമില്ല. ഇത് വളരെ പെറിഫറലായി ഈ കാര്യങ്ങൾ പഠിക്കുവാനും വളരെ കൗതുകത്തോടു കൂടി ഓർത്തു വെക്കുവാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചെറിയ പൊടിക്കൈകളാണ്. ഞാൻ അരിപ്പ ട്രെയിനിങ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളപ്പോൾ ഇത്തരത്തിലുള്ള പൊടിക്കൈകളൊന്നും അല്ല ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. അടുത്തത് കെ എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ കിൽഡ് ട്രീ എന്നാണ് ഞാൻ അതിന് കൊടുത്തിരിക്കുന്നത്. കെ ഫോർ കിൽഡ് ട്രീ, അതർവൈസ് ടിമ്പർ. എന്താണ് ടിമ്പർ എന്നാണ് കെയിൽ പറയുന്നത്. നമ്മൾ വിശദമായി പഠിക്കേണ്ടതുണ്ട്. നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കെ ഫോർ കിൽഡ് ട്രീ അഥവാ ടിമ്പർ. എൽ ഫോർ ലൈവ് ട്രീ. ട്രീ തന്നെയാണത്. നമ്മളതിനകത്ത് എല്ലുമായിട്ട് ചേർത്ത് വയ്ക്കാൻ വേണ്ടി ലൈവ് എന്ന് വെച്ചിരിക്കുന്നു. എൽ ഫോർ ലൈവ് ട്രീ. മനസ്സിലായി എന്ന് കരുതുന്നു. ഒന്നുകൂടെ പറയാം. ജി ഫോർ ഗവൺമെന്റ്, എച്ച് ഫോർ ഹോണറബിൾ മജിസ്ട്രേറ്റ്, ഐ ഫോർ ഐ റിവർ, ജെ ഫോർ ജോയ്ഫുൾ സ്റ്റേറ്റ്, കെ ഫോർ കിൽഡ് ട്രീ അഥവാ ടിമ്പർ, എൽ ഫോർ ലൈവ് ട്രീ അഥവാ ട്രീ. ഇത്രയും കൊണ്ട് നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഈ ഓർത്തിരിക്കേണ്ട ഘടകങ്ങൾ അവസാനിക്കുകയാണ്. ഓക്കെ, നമുക്കിനി നിയമത്തിലേക്ക് പോകാം. കുറച്ചുകൂടെ ഗൗരവമായി ആ നിയമകാര്യങ്ങളെ സമീപിക്കുകയാണ് ചെയ്യേണ്ടത്. ഏതാനും മിനിറ്റുകൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒന്നാമത്തെ ദിവസത്തെ ചാപ്റ്റർ പൂർണ്ണമാകും. നമ്മൾ പറഞ്ഞതുപോലെ നോക്കാം. ഒന്നാമത്തേത് വരുന്നത് എന്താണ്? ആക്ടിന്റെ ടൈറ്റിലാണ്. ഷോർട്ട് ടൈറ്റിൽ പറയുന്നു, ദിസ് ആക്ട് മേ ബി കോൾഡ് ദ കേരള ഫോറസ്റ്റ് ആക്ട് 1961. ഓക്കെ, ഇനി ഇതിന്റെ എക്സ്റ്റെൻഡ് എത്ര വരും? ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. വളരെ ലളിതമാണ്. മുമ്പ് നമ്മൾ പറഞ്ഞു എന്ന് മുതലാണ് ഇത് കമൻസ്മെന്റ് ആകുന്നത് എന്ന് പറയുന്നത് ഉടൻ പ്രാബല്യത്തിലാകുന്നു എന്ന് പറഞ്ഞ് അത് അവസാനിക്കുകയാണ്. സെക്ഷൻ 1 അവസാനിച്ചു. ഓക്കെ, സെക്ഷൻ 2ലേക്ക് നമുക്ക് വരാം. മറ്റൊരു തരത്തിൽ പറയാത്തിടത്തോളം കാലം ഈ നിയമത്തിൽ ഏതൊക്കെ തരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പറയുന്നു. കാറ്റിൽ മുമ്പ് ഞാൻ പറഞ്ഞതാണ്, സമയം കളയുന്നില്ല, ഓരോന്നും വായിച്ച് പോകേണ്ട കാര്യമില്ല. അതിന്റെ അവസാനം പറയുന്നുണ്ട്, ആസ് ദി ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ് സ്പെസിഫൈ. ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ സാധാരണ കാണുന്ന എല്ലാ മൃഗങ്ങളുണ്ട്. പന്നിയുണ്ട്, കുതിരയുണ്ട്, ഗോട്ടുണ്ട്, ഫോൾസ് ഉണ്ട്. ഗവൺമെന്റ് ഗസറ്റിൽ പറയുന്നതെല്ലാം എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. പ്രത്യേകമായി ഒന്നും ഗൗരവത്തോടു കൂടി പറയേണ്ടതായിട്ടില്ല. കളക്ടർ എന്താണെന്ന് പറയുന്നുണ്ട്. റവന്യൂ ഓഫീസർ ആണെന്നുള്ള കാര്യം മുമ്പ് നമ്മൾ പറഞ്ഞു. ബി ഫോർ ബീസ് എന്ന് പറഞ്ഞാണ് നമ്മൾ ഇത് ഓർത്തു വെക്കാനുള്ള ഒരു പൊടിക്കൈ ഉപയോഗിച്ചത്. അത് നമുക്ക് ഓർത്തിരിക്കാം. അടുത്ത സി ഫോർ കൺസർവേറ്റർ നമ്മൾ പറഞ്ഞു. ആരാണ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് പഴയ കാലത്തുണ്ടായിരുന്ന ഗെയിം വാർഡൻ, അതുപോലെ തന്നെ ഫോറസ്റ്റ് പ്ലാന്റേഷൻ മെസ്ട്രി, വാച്ചർ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു വിഷയമുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു വനിതാ ഉദ്യോഗസ്ഥ ഒരു NMR വാച്ചറെ കൊണ്ട് അഡ്വക്കേറ്റിന്റെ വണ്ടി പരിശോധിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തി. നിങ്ങൾ നോക്കൂ, അത് സാധ്യമല്ല. ഓക്കെ, ഗവൺമെന്റ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നവർക്ക് മാത്രമേ ഇത്തരത്തിൽ ചെയ്യാൻ പാടുള്ളൂ. മീൻസ് എനി പേഴ്സൺ അപ്പോയിന്റഡ് ബൈ
name or as for as office by or under the order of the government. ഒരു ടൈറ്റിലോട് കൂടി ഒരു ജോലി വഹിക്കുകയോ അല്ലെങ്കിൽ ആ ജോലി വഹിക്കുന്നതിന് ഗവൺമെന്റ് അങ്ങനെ ചുമതലപ്പെടുത്തുകയോ ചെയ്താൽ മാത്രമേ ഒരാൾക്ക് ഒരു വനം ഉദ്യോഗസ്ഥൻ എന്നുള്ള പരിധി വരത്തുള്ളൂ. അതിനകത്ത് നമ്മുടെ വാച്ചർമാർ വരെയുണ്ട്. പക്ഷേ NMR വാച്ചർ ആ വിഭാഗത്തിൽ പെടുത്തില്ല. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഏതാണ്? D ഫോർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, E ഫോർ എറേഴ്സ്. നമ്മൾ എറർ എന്ന് പറഞ്ഞിട്ടാണ് ഫോറസ്റ്റ് ഒഫൻസ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. മീൻസ് ആൻ ഒഫൻസ് പണിഷബിൾ അണ്ടർ ദിസ് ആക്ട് ഓർ എനി റൂൾസ് മെയ്ഡ് ദെയർ അണ്ടർ. ഈ നിയമപ്രകാരമോ ഇതിനനുബന്ധമായി ഉണ്ടാക്കുന്ന ഏതെങ്കിലും ചട്ടപ്രകാരമോ കുറ്റകരമായ കാര്യങ്ങളെയെല്ലാം ഫോറസ്റ്റ് ഒഫൻസ് എന്ന് പറയും. അപ്പോൾ ഫോറസ്റ്റ് ഒഫൻസ് എവിടെയാണെന്ന് നമുക്കിവിടെ 27 മറ്റും പറയുന്നുണ്ട്. നമ്മൾ താഴേക്ക് പോവുകയാണ്. അത് കൂടാതെ കലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ചട്ടങ്ങളിൽ, റൂൾസിൽ അത് കുറ്റമാണ്, ഏതെങ്കിലും ഒരു കാര്യം കുറ്റമാണെന്ന് പറഞ്ഞു. ഇപ്പം നാട്ടാന പരിപാലന ചട്ടം, ആ ചട്ടമാണ്. ആ ചട്ടം വന്നിരിക്കുന്നതിനകത്തും പറയുന്നുണ്ട്. ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് വരുന്നതെങ്കിലും ഇടയ്ക്ക് നിന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഫോർ എറേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയത് എന്താണോ ഫോറസ്റ്റ് ഒഫൻസ് ആണ്. അതെന്തൊക്കെയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഈ നിയമത്തിൽ കുറ്റകരമെന്ന് പറയുന്നതോ അനുബന്ധമായി വരുന്ന ചട്ടങ്ങളിലൊക്കെ കുറ്റകരമെന്ന് പറയുന്നതോ അത് എല്ലാം ഫോറസ്റ്റ് ഒഫൻസ് ആണ്. F ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. നമ്മൾ ഒന്നാമത്തേത് പറയുന്നു ടിമ്പർ, ചാർക്കോൾ, വുഡ് ഓയിൽ, ഗം, റെസിൻ, നാച്ചുറൽ വാനിഷ്, ബാർഗ്ലാക്ക്, ഫൈബർ, റൂട്ട്സ് ഓഫ് സാൻഡൽവുഡ് ആൻഡ് റോസ് വുഡ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവ കാട്ടിൽ കണ്ടാലും കാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആണ്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ റോസ് വുഡിൻ്റെയും അതുപോലെ തന്നെ ചന്ദനത്തിൻ്റെയും വേരടക്കമുള്ള സാധനങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇനി 2, the following when found in or brought from a forest, that is to say, ഈ താഴെ പറയുന്ന സാധനങ്ങൾ ഒരു കാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലോ കാട്ടിൽ കണ്ടാലോ അത്രേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആവില്ല. ട്രീസ് ആൻഡ് ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് ഓൾ അതർ പാർട്സ് ഓർ പ്രൊഡ്യൂസ് നോട്ട് ഹിയറിൻ ഫോർ മെൻഷൻഡ്. ഉൽപ്പന്നമല്ല, ഉണ്ടാക്കിയെടുക്കുന്നതാണ്. മരങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് തരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അതും മരവും ഉണ്ട്. ആദ്യം പറയുന്നത് ട്രീസ് ആൻഡ് ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് ആൻഡ് ഓൾ അതർ പാർട്സ് ഓർ പ്രൊഡ്യൂസ് നോട്ട് therein before mentioned or trees. മുമ്പ് പറഞ്ഞിട്ടില്ലാത്ത എല്ലാ സംഗതികളും. അപ്പോൾ നമ്മളത് ഓർത്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? A for alive trees എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ള മരങ്ങളും അവ തരുന്ന എല്ലാ അനുബന്ധ ദാനങ്ങളും ഈ വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ഓർത്ത് വെച്ചത്. രണ്ടാമത് വരുന്നത് B for beneath എന്നാണ് നമ്മൾ ഓർത്ത് വെച്ചത്. താഴെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? പ്ലാന്റ്സ് നോട്ട് ബീയിങ് ട്രീസ്, മരമല്ലാത്ത സസ്യങ്ങൾ, ഇൻക്ലൂഡിംഗ് ഗ്രാസ്, ക്രീപ്പേഴ്സ്, റീഡ്സ് ആൻഡ് മോസ് ആൻഡ് ഓൾ പാർട്സ് ഓർ പ്രൊഡ്യൂസ് ഓഫ് സച്ച് പ്ലാന്റ്സ്. ഓക്കെ, വ്യക്തമായി. ഈറ്റ മരമാണോ എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈറ്റ ഒരു മരമല്ല. പക്ഷേ അത് കാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലോ കാട്ടിൽ കണ്ടാലോ ഈറ്റ ഒരു വനോൽപ്പന്നമാണ്. അല്ല, കാട്ടിൽ നിന്നുള്ളതല്ല എങ്കിൽ അത് വനോൽപ്പന്നമല്ല. ആ ഒരു വ്യത്യാസം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതാണ്. C for cocoon and colony എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്. ഓക്കെ, നോക്കൂ. C സിൽക്ക്, കൊക്കൂൺ, ഹണി ആൻഡ് വാക്സ്. ഇത്രയും മാത്രമേ വരുന്നുള്ളൂ സിക്കകത്ത്. സിൽക്ക്, കൊക്കൂൺ, ഹണി ആൻഡ് വാക്സ്. D നമ്മൾ എങ്ങനെയാണ് ഓർത്ത് വെച്ചത്? D for deposits എന്ന്. ഓക്കെ, ഏതൊക്കെയാണ്? പീറ്റ്, സർഫസ് സോയിൽ, റോക്ക് ആൻഡ് മിനറൽസ് ഇൻക്ലൂഡിംഗ് ലൈം സ്റ്റോൺ, ലാറ്ററൈറ്റ്, മിനറൽ സോയിൽ ആൻഡ് ഓൾ പ്രോഡക്ട്സ് ഓഫ് മൈൻസ് ഓർ ക്വാറീസ്. മൈനുകളിൽ നിന്നും കാറുകളിൽ നിന്നും കിട്ടുന്ന എല്ലാം അടക്കം. അപ്പോൾ ഇത്രയും ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. G നമ്മൾ ഓർത്ത് വെച്ചിരിക്കുന്നത് ഗവൺമെന്റ് ലാൻഡ് എന്നാണ്. യഥാർത്ഥത്തിൽ ലാൻഡ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ഗവൺമെന്റ് എന്നാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള പേര്. അതാണ് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ലാൻഡ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ഗവൺമെന്റ്. H ഫോർ മജിസ്ട്രേറ്റ്, പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹോണറബിൾ മജിസ്ട്രേറ്റ് എന്നാണ് നമ്മൾ അത് ഓർത്ത് വെച്ചിരിക്കുന്നത് Hന് വേണ്ടിയിട്ട്. I ഫോർ ഐ റിവർ ഓഫ് ബ്രിട്ടൻ. സ്ട്രീംസ്, കനാൽസ്, ബാക്ക് വാട്ടേഴ്സ്. ഈ ബാക്ക് വാട്ടേഴ്സ് റിവറിന്റെ പരിധിയിൽ പെടും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കണ്ടൽക്കാടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ആവശ്യമായിട്ട് വരുന്നതാണ്. ക്രീക്സ് ആൻഡ് അതർ ചാനൽസ്, നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ. നമ്മളൊരു തോട് ഉണ്ടാക്കിയാൽ അതും ഈ പറയുന്ന റിവർ എന്ന് പറയുന്നതിൻ്റെ പരിധിയിൽ വരുന്നു എന്നുള്ള കാര്യം വളരെ അപൂർവമായി മാത്രം നമുക്ക് കേസുകളിൽ ഉൾപ്പെട്ട് വരാവുന്ന ഡിഫൈൻ ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. J ഫോർ ജോയ്ഫുൾ സ്റ്റേറ്റ് ഓഫ് കേരള. ഡെഫിനിഷണൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് കേരള, ദാറ്റ്സ് ഓൾ. ഓക്കെ, അടുത്തത് K ഫോർ കിൽഡ് ട്രീ എന്നാണ് നമ്മൾ പഠിച്ചത്. ടിമ്പർ. It includes trees when they have fallen or have been felled, and all woods, whether cut up or fashioned or hollowed out for any purpose or not.
എപ്പോഴും ചോദ്യം വരുന്നതാണ്. ട്രീ എന്ന് പറയുന്നതിനകത്ത് രൂപപ്പെടുത്തിയതോ രൂപമാറ്റം വരുത്തിയതോ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള തടികളും ഉൽപ്പന്നങ്ങളും, വെദർ കട്ട് ഓർ ഫാഷൻഡ് ഓർ ഹോളോഡ് ഓർ നോട്ട്, അത് പൊള്ളയാക്കിയാലും അല്ലെങ്കിലും ഒക്കെ അത് തടി വിഭാഗത്തിലാണ് വരുന്നത്. ഇത് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പം കെ ഫോർ കിൽഡ് ട്രീ എന്ന് പറഞ്ഞത് ടിമ്പറിനെ കുറിച്ചാണ്. ട്രീ ഇൻക്ലൂഡ്സ് പാംസ്, ബാംബൂ സ്റ്റംസ്, ബുഷ്വുഡ് ആൻഡ് കെയിൻസ്. ഓക്കെ, ഇത് സുപ്രധാനമായ ഒരു കാര്യമാണ്, അവസാനത്തേതാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ട്രീ എന്നാൽ എന്താണ്, എല്ലിലാണ് നമ്മൾ ട്രീയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് ഒരു വിശദീകരണം കൂടെ നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിക്ചർ വൈസ് ആയിട്ട് തരാം. ട്രീ എന്നാൽ പാം, ബാംബു, സ്റ്റം, ബുഷ്വുഡ് ആൻഡ് കെയിൻസ്. ബുഷ്വുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ഉയരം കുറഞ്ഞ മരങ്ങൾ, വലിയ വലിപ്പമില്ലാത്ത മരങ്ങൾ. ഓക്കെ, ഇതൊന്ന് ഒന്നുകൂടെ പിക്ചറൈസ് ചെയ്തിട്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ തരത്തിലുള്ള പഠനം ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിൻ്റെ താഴെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. കാര്യം നിങ്ങൾ എത്ര പേര് ഇത് കണ്ടു എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുകയും ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ. അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാം, വളരെ കുറച്ച് ആളുകളാണ് ഇത് ആവശ്യമുള്ളവർ. ആരണ്യകം എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ് വരുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു ചാനൽ ഇല്ലാത്തത് കൊണ്ട്, വനം പരിസ്ഥിതി വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവായ ഒരു ചാനൽ ഇല്ലാത്തത് കൊണ്ടും എനിക്ക് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടും തുടങ്ങിയ ഒരു പരിപാടിയാണ്. ആ പരിപാടി കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പൊതുസമൂഹത്തിൽപ്പെട്ടവരോട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും പറയാറില്ല, അതിൻ്റെ ആവശ്യമില്ല. കാര്യം ആൾക്കാർക്ക് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് ആണെന്ന് കണ്ടാൽ അവർ സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് രേഖപ്പെടുത്തണം, നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തണം. എങ്കിൽ എനിക്ക് തുടർച്ചയായി ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുവാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് കാണുന്നുള്ളൂ, അവർക്ക് കമൻറ്റും ഒന്നും പറയാനില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഈ അധ്വാനം വെറുതെ ആയി എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഒരു 5 or 6 ഇത്തരത്തിലുള്ള ക്ലാസ് കൊണ്ട് നിയമത്തിൻ്റെ ഈ ക്ലാസ് അവസാനിക്കും. പിന്നെ ഒരു മഹസർ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്ന് ഒരു ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. പിന്നീട് ഒരു ദിവസം നിങ്ങളുടെ ക്വസ്റ്റ്യനുകൾക്കുള്ള മറുപടി, നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി, ആ സംശയങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ അതെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. എങ്ങനെയാണ് എൽ ഫോർ ലൈവ് ട്രീ എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ബ്ലാക്ക് ബോർഡിൽ ഒന്നുകൂടി എഴുതി കാണിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കും. അപ്പോൾ എൽ ഫോർ ലൈവ് ട്രീ ആണ്. എൽ, ഇതിനെ ഒരു ട്രീ ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അതിൻ്റെ ഇവിടെ 2 ബ്രാഞ്ച് കൂടെ വയ്ക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഞാൻ വരയ്ക്കുകയാണ് ട്രീ ആയി. ഓക്കെ, ഈ എല്ലിൻ്റെ ചോട്ടി കാണുന്ന ഈ എല്ലിൻ്റെ ഈ വലിപ്പമുള്ള ഭാഗമാണ് സ്റ്റംപ് എന്ന് പറയുന്നത്, അല്ലേ? കുറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഇതിനകത്ത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രീ ഇൻക്ലൂഡ് പാം, ബാംബു, സ്റ്റംസ്. ഓക്കെ, ഇതിന്റെ മെയിൻ തായ്തടിയായിട്ടുള്ള ഈ കാണുന്ന തായ്തടി, അതിനെ ഞാൻ ഒറ്റത്തടി വൃക്ഷമായി കരുതുകയാണ്, അതായത് പാം. ഓക്കെ, ആ മരത്തിന് 2 ബ്രാഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കെയിനിന്റെ ബ്രാഞ്ചാണ്, ചൂരലാണ്. അതിന്റെ 2 ബ്രാഞ്ച്, മെയിൻ തായ്തടി എന്ന് പറയുന്നത് പനയാണ് അഥവാ തെങ്ങാണ്, അഥവാ കാട്ടിൽ കാണുന്ന ഫാം ഫാമിലിയിൽപ്പെട്ട ഒറ്റത്തടി മരങ്ങളാണ്. അതെല്ലാം ട്രീയുടെ പരിധിയിലാണ് വരുന്നത്. ചോട്ടിൽ വരുന്നത് സ്റ്റമ്പാണ്, കുറ്റിയാണ് വരുന്നത്. ഒരു കുറ്റി മാത്രമേ ഉള്ളെങ്കിലും അതിനെ നമ്മൾ മരത്തിന്റെ ട്രീയുടെ പരിധിയിലാണ് കുറ്റി പോലും പെടുക. ഓക്കെ, ഒന്ന് നമ്മൾ പറഞ്ഞു കെയിനാണ്, ചൂരലാണ്. രണ്ടാമത്തേത് ബാമ്പു ആണ്, മുളയാണ്. മുള തടിയാണ്. ഓക്കെ, ഡെഫിനിഷൻ പ്രകാരമാണ്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ മുമ്പേ കണ്ടു, റീഡ് കാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മാത്രം അതൊരു വനോൽപ്പന്നമാണ് എന്നുള്ളതാണ് വരുന്നത്. ഒന്നുകൂടെ പറയാം, ഇത് ചൂരലാണ്, ഇത് മുളയാണ്, ഇത് ഒറ്റത്തടി വൃക്ഷമാണ്, അതായത് പാമാണ്, ഇത് കുറ്റിയാണ്. ഇനി അതിനകത്ത് ആകെ വരാനുള്ളത് ബുഷ് വുഡ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ തന്നെ ചെറുതാണെന്ന് വിചാരിക്കുക, വലിയ വലിപ്പമില്ലാത്ത കുറേ മരങ്ങൾ, ഇതിൻ്റെ തന്നെ തൈ വൃക്ഷങ്ങൾ കരുതിക്കൊള്ളുക. ബുഷ് വുഡ് ഇത്രയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് വ്യക്തമായി കരുതുന്നു. നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ഈ ക്ലാസ് ശ്രദ്ധിച്ച് കാണുക. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, അഭിപ്രായങ്ങൾ പറയുക. അതേപോലെ തന്നെ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ കുറച്ച് പേര് കണ്ടുവെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ അടുത്ത ചാപ്റ്ററിലേക്ക് ഞാൻ പോകുന്നതാണ്. നന്ദി, നമസ്കാരം.